വിശദമായി നോക്കാം. ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. പാർട്ടിയിൽ പൊട്ടിത്തെറിയുടെ സാധ്യതകൾ സജീവമായിരിക്കെയാണ് പ്രഖ്യാപനം നീളുന്നത്. പത്തനംതിട്ടയ്ക്കായി ചരടുവലി നടത്തിയ ശ്രീധരൻപിള്ളയ്ക്ക് ഒരിടത്തും സീറ്റുണ്ടാകില്ല. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ പല പ്രമുഖ നേതാക്കളും മത്സരിക്കില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങൾ ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. ആർഎസ്എസും ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള പി.എസ്. ശ്രീധരൻപിള്ളയുടെ മോഹം അവസാനിച്ചത്. എൻ.എസ്.എസ്. പിന്തുണയുണ്ടെന്ന ശ്രീധരൻപിള്ളയുടെ അവകാശവാദം ആർഎസ്എസ് വിലക്കെടുത്തില്ല. ഇതോടെയാണ് കെ സുരേന്ദ്രന് നറുക്കുവീണത്. സംസ്ഥാന അധ്യക്ഷന് ഒരിടത്തും സീറ്റ് നൽകാതെയാകും പ്രഖ്യാപനം. പത്തനംതിട്ട കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സുരേന്ദ്രനെ വെട്ടാൻ ശ്രീധരൻപിള്ള അൽഫോൺസ് കണ്ണന്താനത്തെ പിന്തുണച്ചെങ്കിലും ആ നീക്കവും പാളി. എറണാകുളത്താകും കണ്ണന്താനം മത്സരിക്കുക. പാലക്കാട് മാത്രമേ മത്സരിക്കൂ എന്ന ശോഭാ സുരേന്ദ്രന്റെ പിടിവാശിയും വിലപ്പോയില്ല. ആറ്റിങ്ങലിൽ മത്സരിക്കാനാണ് നിർദ്ദേശം. പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും പട്ടികയിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയ്ക്കൊപ്പമാണ് കേരളത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഗ്രൂപ്പ് താൽപര്യവും വ്യക്തി താൽപര്യവും പരിഗണിച്ച് പട്ടിക സങ്കീർണമാക്കിയത് ശ്രീധരൻപിള്ളയാണെന്ന വിമർശനം ശക്തമാണ്. ഇത് ആർഎസ്എസ് അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ ശ്രീധരൻപിള്ളയുടെ പടിയിറക്കത്തിനും വഴിയൊരുക്കിയേക്കാം. ഇഷ്ട സീറ്റ് നൽകാത്തതിലെ അമർഷത്തിലാണ് പല നേതാക്കളും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും നിഴലിക്കുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് 5 മണ്ഡലങ്ങളിൽ യു.ഡി.എഫ്. ബി.ജെ.പി. ധാരണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വടകര, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, എറണാകുളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തും. പകരം തിരുവനന്തപുരത്ത് യു.ഡി.എഫ്. കുമ്മനത്തെ സഹായിക്കുമെന്നും കോടിയേരി പറഞ്ഞു. എൽ.ഡി.എഫിന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട സി.പി.ഐ.എം. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നത് യു.ഡി.എഫ്. ബി.ജെ.പി. അവിശുദ്ധ സഖ്യത്തിന്റെ തെളിവാണെന്ന് കോടിയേരി ആരോപിച്ചു. കേരളത്തിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി യു.ഡി.എഫിനെ സഹായിക്കാൻ ആർ.എസ്.എസ്. നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വടകര, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ എൻ.ഡി.എയുടെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി യു.ഡി.എഫിനെ സഹായിക്കാൻ ആർ.എസ്.എസ്. തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യുപകാരമായി ആർ.എസ്.എസിന്റെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ കോൺഗ്രസ് സഹായിക്കുമെന്നുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനെ മാറ്റി നിർത്താനാണ് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് അയക്കുകയും. ഇത് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തുടക്കമാണ്. യു.ഡി.എഫ്. എസ്.ഡി.പി.ഐയുമായി മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ലീഗിനെയാണ് ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദി സംഘടനകളുമായിട്ടാണ് യു.ഡി.എഫ്. കൂട്ടുകൂടുന്നത്. മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി യു.ഡി.എഫ്. കൂട്ടുകൂടുന്നത് അപജയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 9 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 തിരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് കെ മുരളീധരനെന്നും അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് എൽ.ഡി.എഫിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മുരളീധരൻ 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 4 തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹം ജയിച്ചിട്ടുള്ളൂ. 5 തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. അദ്ദേഹമാണ് മന്ത്രിയായി നിന്നുകൊണ്ട് ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ കേരളത്തിലെ ഒരേ ഒരു നേതാവ് കെ മുരളീധരനാണ്. ഞങ്ങൾക്കതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടി ഒരു ആൾ വേണമല്ലോ. അപ്പോൾ ഒരാളവിടെ വന്നു. ഇത്രയും ദിവസം ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിട്ട പ്രശ്നം. ഇപ്പോൾ മത്സരിക്കാൻ ഒരാളെ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തിരുവനന്തപുരം മണ്ഡലം. ഇത്തവണ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി സി. ദിവാകരൻ പറഞ്ഞു. എന്നാൽ ജനങ്ങൾ തനിക്കൊപ്പം തന്നെയുണ്ടെന്ന് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ശശി തരൂർ വ്യക്തമാക്കി. അതേസമയം ഇതുവരെ ബി.ജെ.പിക്ക് പ്രചാരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചിട്ടില്ല എന്നത് തിരിച്ചടിയാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലം. പ്രചരണ രംഗത്ത് എൽ.ഡി.എഫ്. നേടിയ മേൽക്കൈ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് യു.ഡി.എഫ്. ക്യാമ്പ് ആലോചിക്കുന്നത്. എന്നാൽ പ്രചരണ രംഗത്ത് ഇതുവരെയും സജീവമാകാത്ത ബി.ജെ.പിക്ക് ഇത് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി രംഗത്തിറങ്ങിയത് എൽ.ഡി.എഫിന് വലിയ മേൽക്കൈ തന്നെയാണ് നേടിക്കൊടുത്തത്. സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് താൻ എന്ന സന്ദേശമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി സി. ദിവാകരൻ നൽകുന്നത്. ഇത്തവണ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നും ദിവാകരൻ പറയുന്നു. ഒരു സംശയമില്ല, ഒരു ഭയമില്ല. തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലമാണ്. എനിക്കവരെ അറിയാം, അവർക്ക് എന്നെ അറിയാം. ഒരു വോട്ടറായിട്ട് മാത്രമല്ല തിരുവനന്തപുരത്തുകാർ, അവരുടെ ബന്ധുവാണ് ഞാൻ. അവരെ ഏത് അപകടത്തിലും ഞാൻ എത്തുന്ന ഒരാളാണ്. ഞാൻ അവൈലബിളാണ്.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് പ്രചരണ രംഗത്ത് മേൽക്കൈ നഷ്ടപ്പെടാൻ ഇടയാക്കിയതായി UDF ക്യാമ്പ് വിലയിരുത്തുന്നു. എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന നിലപാടാണ് സ്ഥാനാർത്ഥി ശശി തരൂരിനുള്ളത്. കേരളം മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മറക്കേണ്ട, 5 ആഴ്ച ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് വൈകിട്ടെങ്കിലും കൂടി അത് വലിയൊരു ബുദ്ധിമുട്ടായി കാണുന്നില്ല. പല സ്ഥാനാർത്ഥികൾ ഇറങ്ങിക്കഴിഞ്ഞു. പലവര് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഈ അടുത്ത 5 ആഴ്ച നല്ലപോലെ ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ശക്തി കൂടാനേ സാധിക്കുള്ളൂ. അതേസമയം പ്രചരണ രംഗത്ത് നിലയുറപ്പിക്കാനാകാതെ വലയുകയാണ് BJP. കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനം വൈകുന്നത് തിരിച്ചടിയാവുകയാണ്. ഈ മറകൂടി നീങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാകും തിരുവനന്തപുരം മണ്ഡലം സാക്ഷിയാവുക. ഇനി 1 മാസത്തോളം മാത്രമാണ് തെരഞ്ഞെടുപ്പിനായി ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് ഇനി 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയുള്ള സജീവ പ്രവർത്തനം തന്നെയായിരിക്കും മുന്നണികൾ നടത്തുക. ക്യാമറമാൻ RK കുമാറിനൊപ്പം ഷീജ. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന് നാടെങ്ങും ആവേശകരമായ വരവേൽപ്പ്. കോഴിക്കോടിന്റെ വികസന നായകനെ രാഷ്ട്രീയ ഭേദമന്യെയാണ് മണ്ഡലം സ്വീകരിക്കുന്നത്. കത്തുന്ന വേനൽച്ചൂടിനെ അവഗണിച്ചാണ് തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിനെ സ്വീകരിക്കാൻ ജനങ്ങളെത്തുന്നത്. ബേപ്പൂരിലെ ഹാർബറിലും ടൈൽസ് ഫാക്ടറിയിലുമൊക്കെ ആവേശകരമായ വരവേൽപ്പ്. തൊഴിലാളികളുടെ ആവലാതികൾ കേട്ടറിഞ്ഞ് അവരിൽ ഒരാളായി സ്ഥാനാർത്ഥി. കുടുംബയോഗങ്ങളിൽ ചുരുക്കം വാക്കുകളിൽ വോട്ടഭ്യർത്ഥന. ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഒരു അവസാന ഘട്ടം, നമ്മൾ കലാശക്കൊട്ടെന്നൊക്കെ പറയുന്നത്, ആ ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന തരത്തിൽ ആരവവും ആവേശപ്രകടനവും ഗ്രാമങ്ങളിൽ ഇപ്പോൾ തന്നെയുണ്ട്. ആ നിലയിൽ പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കുടുംബയോഗങ്ങൾ പോലെ ചേരുന്നു, മറ്റേടത്ത് വേറെ രീതിയിലുള്ള മീറ്റിങ്ങുകൾ ചേരുന്നു. പലയിടത്തും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഈ ആരവം ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓരോ കേന്ദ്രങ്ങളിലും പ്രായഭേദമന്യേ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ കാണാൻ കേൾക്കാൻ തടിച്ചുകൂടുന്നത്. കോഴിക്കോട് നഗരത്തെ വികസനത്തിന്റെ വലിയ ലോകത്തിലേക്ക് നയിച്ച ജനപ്രതിനിധി കൂടിയാണ് A. പ്രദീപ് കുമാർ. ഏത് വിധേനയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. പേരാമ്പ്രയുടെ ഹൃദയത്തുടിപ്പ് ഏറ്റുവാങ്ങി P. ജയരാജന്റെ പര്യടനം. ആവേശകരമായ വരവേൽപ്പാണ് ക്യാമ്പസുകളിൽ ജയരാജന് ലഭിച്ചത്. കോലിബി സഖ്യത്തിനൊന്നും ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് വടകര മുമ്പ് തെളിയിച്ചതായി P. ജയരാജൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലായിരുന്നു വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ ബുധനാഴ്ച വോട്ടർമാരെ കണ്ടത്. പ്രധാന കവലകളിലും ക്യാമ്പസുകളിലും P. ജയരാജനെ വോട്ടർമാർ വരവേറ്റു. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിൽ ആവേശകരമായ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ പ്രിയ സ്ഥാനാർത്ഥിക്കായി ഒരുക്കിയത്. കോളേജ് ക്യാമ്പസിൽ ഒത്തുകൂടിയ യുവ വോട്ടർമാരോട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രാധാന്യവും ഹ്രസ്വമായി വിശദീകരിച്ച് വോട്ടഭ്യർത്ഥന. കോലിബി സഖ്യത്തിനൊന്നും ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് വടകര തന്നെ തെളിയിച്ചതായി P. ജയരാജൻ പറഞ്ഞു. കേരളത്തിന്റെ കൊല്ലം ജില്ലയുടെ ജീവവായുവായ മത്സ്യമേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് പണിയായുധം നൽകി പ്രളയത്തിൽ കേരളത്തിന് കൈത്താങ്ങായ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ കൊല്ലം മണ്ഡലത്തിലെ പ്രചരണം. കേരളത്തിന്റെ കൊല്ലം ജില്ലയുടെ ജീവവായുവായ മത്സ്യമേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് പണിയായുധം നൽകി ലോക്സഭയിലേക്കുള്ള തങ്ങളുടെ പ്രതിനിധിയായി പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറുകയും ചെയ്തു. ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ താൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് KN ബാലഗോപാൽ ഓർമ്മപ്പെടുത്തി. എൻട്രിക്ക ലെക്സിയുടെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ച് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അന്നത്തെ ആ കടലെ അപകടം, ഇറ്റാലിയൻ നാവികരുടെ പ്രശ്നം, അതിനുശേഷം എണ്ണയുടെ പ്രശ്നം, മണ്ണെണ്ണയുടെ പ്രശ്നം 2-3 തവണ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനത് അവതരിപ്പിച്ചിങ്ങനെയാണ്, മത്സ്യമേഖല എന്ന് പറഞ്ഞാൽ അത് കൃഷിക്ക്
മണ്ണെണ്ണയ്ക്കും ഡീസലിനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. മത്സ്യം എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ കൃഷിയാണ്, നമ്മുടെ പ്രകൃതിയുടെ ഒരു കൃഷിയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് കൃഷിയുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ട് കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റ് 2-3 തവണ ഈ കാര്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. സബ്സിഡിയായി കൂടുതൽ മണ്ണെണ്ണ അനുവദിപ്പിക്കാൻ KN ബാലഗോപാൽ വീണ്ടും പാർലമെന്റിൽ എത്തുമ്പോൾ ഇടപെടണമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിർദ്ദേശം വെച്ചു. താനെന്നും കടലിന്റെ മകനായിരിക്കുമെന്ന് ഇടതു സ്ഥാനാർത്ഥി നൽകിയ ഉറപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ പകർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ 2ാം ഘട്ട പ്രചാരണം ആഘോഷമാക്കി ഇടതുമുന്നണി പ്രവർത്തകർ. കോട്ടയത്ത് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളേന്തി റോഡ് ഷോ സംഘടിപ്പിച്ചു. അതിനിടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് VN വാസവൻ വോട്ട് അഭ്യർത്ഥിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ കോട്ടയം കളക്ടറേറ്റ് സമീപത്തു നിന്നാണ് ആരംഭിച്ചത്. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളേന്തി ഇടതുമുന്നണി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പഞ്ചവാദ്യവും ശിങ്കാരിമേളവും ബാൻഡും നാടൻ കലാരൂപങ്ങളും റോഡ് ഷോയ്ക്ക് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർ അണിനിരുന്ന റോഡ് ഷോ കോട്ടയം തിരുനക്കരയിൽ സമാപിച്ചു. അതേസമയം ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. മണ്ഡലത്തിലുടനീളമുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും പങ്കുവച്ചും സ്ഥാനാർത്ഥി VN വാസവൻ വോട്ടഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടുക്കിയിൽ പ്രചാരണം ശക്തമാക്കി ഇരുമുന്നണികളും. LDF സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ട പര്യടനം പുരോഗമിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായ നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും ആദ്യഘട്ട പര്യടനവും മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി 2ാം ഘട്ട പര്യടനത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. നിറഞ്ഞ പിന്തുണയാണ് ജോയ്സിന് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ ഇത് തുടർന്നു പോകേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള തുടർച്ച എന്ന നിലയിൽ നടത്തിയിട്ടുള്ള മികവാർന്ന പ്രവർത്തനത്തിന്റെ പിൻബലത്തിലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങൾ ആരംഭിച്ചിട്ടേയുള്ളൂ. വിവിധയിടങ്ങളിലെ നേതൃയോഗങ്ങൾക്ക് ശേഷം 23-ന് ചെറുതോണിയിൽ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ചേരും. തുടർന്നാണ് നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊച്ചിയടക്കം മെട്രോ നഗരം ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലത്തിൽ മുന്നണികൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രചരണായുധമാണ് സോഷ്യൽ മീഡിയ. സ്വന്തം സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വവും എതിരാളിയുടെ ന്യൂനതകളും തുറന്നുകാട്ടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാൻ മുന്നണികൾക്ക് പ്രത്യേക നവമാധ്യമ വിഭാഗം തന്നെയുണ്ട്. ഇതോടെ പ്രവർത്തകർ തമ്മിലുള്ള ആശയ പോരാട്ടങ്ങളുടെ വേദിയായി സൈബർ ലോകവും മാറുകയാണ്. സ്ഥാനാർത്ഥികൾ നേരിട്ട് വോട്ട് ചെയ്യുന്നതിനപ്പുറമായി തന്നെ മുന്നണികൾ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധമാണ് സോഷ്യൽ മീഡിയ. സ്വന്തം സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വവും എതിരാളിയുടെ ന്യൂനതകളും തുറന്നുകാട്ടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാൻ മുന്നണികൾക്ക് പ്രത്യേക നവമാധ്യമ വിഭാഗം തന്നെയുണ്ട്. രാജ്യസഭാ MP ആയിരുന്ന P രാജീവിന് പാർലമെന്റ് നൽകിയ യാത്രയയപ്പാണ് LDF സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. P രാജീവ് വീണ്ടും പാർലമെന്റിലേക്ക് എത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയും ഗുലാം നബി ആസാദും മായാവതിയും അടങ്ങുന്ന പ്രതിപക്ഷമായിരുന്നു. More than one good reason we will miss Mr. P Rajeev. His departure makes our job easier because whoever was in government, he used to keep them on their toes. Every day he was ready with one point or the other. CPI के M के आए हैं वेचूरी जी, उनको बधाई देते हुए उनसे निवेदन करूंगा कि जहां भी पार्टी में आपकी जगह हिंदुस्तान में मिलती है तो पहली फुर्सत में उनको वापस लाइए. कर्मठ और काबिल जो सदस्य हैं उनको दोबारा से वो अपने इस हाउस के अंदर लेकर आए. എതിർ സ്ഥാനാർത്ഥിയുടെ ന്യൂനതകളും സ്വഭാവവും വ്യക്തമാക്കുന്ന വീഡിയോയും മുന്നണികൾ സോഷ്യൽ മീഡിയയിൽ ആയുധമാക്കുന്നു. 2014 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ വെച്ച് കുസാറ്റ് സെനറ്റ് അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സണ്ണി എടപ്പാട്ടുമായി ഹൈബീഡൻ MLA ആയിരിക്കെ നടത്തുന്ന കയ്യാങ്കളിയാണ് അതിൽ പ്രധാനം. എറണാകുളം മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ സോഷ്യൽ മീഡിയ പ്രചാരണം വലിയ വ്യാപകമാണ്. എന്തായാലും സൈബർ ലോകത്തെ ഈ ഒരു പോരാട്ടവും ഈ പ്രചരണ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാന ഘടകവുമാണ്. ക്യാമറമാൻ സിയാദിനൊപ്പം സിബി ജോസഫ്.
നാടിനും ജനങ്ങൾക്കും പ്രിയങ്കരനായി കഴിഞ്ഞ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പ്രചരണ രംഗത്ത് വൻ മുന്നേറ്റം തുടരുന്നു. മുഖ്യ എതിരാളി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും പ്രചരണ രംഗത്ത് സജീവമായി. മുഖ്യ എതിരാളികൾ അംഗം കുറിച്ചതോടെ മണ്ഡലത്തിൽ പ്രചാരണ ചൂട് ശക്തമായി. രണ്ടു തവണ തൃക്കരിപ്പൂർ മണ്ഡലത്തെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ലോക്സഭാ സ്ഥാനാർത്ഥിയായി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ കാണാനെത്തിയ സതീഷ് ചന്ദ്രനെ ജനങ്ങൾ ആവേശപൂർവ്വം വരവേറ്റു. മണ്ഡലത്തിലെ കിഴക്കൻ മലയോര മേഖലയിൽ കുടിയേറ്റ ജനത അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ സ്വീകരണമാണ് നൽകിയത്. കയ്യൂർ ITI, തൃക്കരിപ്പൂർ പോളിടെക്നിക്, ഭീമനടി ITI, എളേരിത്തട്ട്, EK നായനാർ സ്മാരക ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ ഊഷ്മളമായി സ്വീകരിച്ചു. ഭീമനടിയിലെ ക്രിസ്ത്യൻ ദേവാലയവും പെരുമ്പട്ട അമ്പലത്തിൽ പുരോത്സവത്തിനെത്തിയ വിശ്വാസികളെയും അദ്ദേഹം സന്ദർശിച്ചു. മലയോര ഗ്രാമങ്ങളുടെ വികസന സാരഥിയെ ജനങ്ങൾ അത്യന്തം ആഹ്ലാദത്തോടെയാണ് വരവേറ്റത്. മലയോര മേഖലയുടെ വികസനത്തിന് LDF സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്ന് KP സതീഷ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മലയോരത്ത് രണ്ട് നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, LDFന്റെ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യമുണ്ട് പുതിയ സാഹചര്യത്തിൽ. അതോടൊപ്പം LDF നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ണഞ്ചിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാതെ, സാധാരണ പറയുന്നത് ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം നൽകി എന്ന് പറയുന്നത് പോലുള്ള വികസന നേട്ടങ്ങളാണ് LDF സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനും UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും കല്യാശ്ശേരി മണ്ഡലത്തിലെ മാടായി വടുവന്തയിൽ അവിചാരിതമായി കണ്ടുമുട്ടി. പരസ്പരം അഭിവാദ്യം ചെയ്ത് കൈകൊടുത്താണ് ഇരുവരും പിരിഞ്ഞത്. പ്രചാരണ രംഗത്ത് സജീവമായ രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ആദ്യവട്ട പര്യടനം പൂർത്തിയാക്കി. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിലെ ഭിന്നതയെ തുടർന്ന് പ്രചാരണ രംഗത്ത് തുടക്കത്തിലുണ്ടായ വീഴ്ച വരും ദിവസങ്ങളിൽ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് KP സതീഷ് ചന്ദ്രൻ. തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ MLA ആയിരുന്നപ്പോൾ മലയോര മേഖലയിൽ വികസന തരംഗം സൃഷ്ടിച്ച KP സതീഷ് ചന്ദ്രനെ മലയോര ജനത ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഫ്ലെക്സിന് നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതുവഴികൾ തേടുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ഫ്ലെക്സ് നിരോധനമൊന്നും പറവൂർ സ്വദേശി ശ്രീജിത്തിന് ഒരു വിഷയമല്ല. സ്വന്തം വീടിന്റെ ചുമര് തന്നെയാണ് ശ്രീജിത്തിന്റെ പ്രധാന പ്രചാരണ വേദി. വേലങ്കടവ് വെള്ളാപ്പള്ളിയിൽ VS ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് വരുന്നവരെയെല്ലാം ഈ കാഴ്ചയാണ് വരവേൽക്കുക. വീടിന്റെ മുൻവശം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് ശ്രീജിത്ത്. എറണാകുളം പാർലമെന്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി P രാജീവിന്റെ പ്രചാരണത്തിന് പുതുമയുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് തന്നെ ഈ ചിത്രമെഴുത്തിന് പ്രേരിപ്പിച്ചതെന്ന് ശ്രീജിത്ത് പറഞ്ഞു. P രാജീവിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ആ ഒരു ആവേശം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് വീട്ടുകാർക്കും കൂടി ആ ഒരു ആവേശം ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ പൊതുവായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവരും ഇത് കാണുമ്പോൾ അവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു തോന്നലുകൾ. ചിറ്റാറ്റുകര പഞ്ചായത്ത് സഹകരണ ബാങ്ക് ജീവനക്കാരനായ ശ്രീജിത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് വീടിന്റെ ചുമരുകൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് പതിവാണ്. സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏറെ തൽപരനായ ശ്രീജിത്തിന്റെ വീട്ടിൽ സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന പാചകപ്പുരയും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രദീപ് കുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ക്യാമ്പസ് വിദ്യാർത്ഥികളും. വിദ്യാഭ്യാസ രംഗത്ത് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയ പ്രദീപ് കുമാറിന് MP ആയാൽ ക്യാമ്പസുകൾക്ക് വേണ്ടിയും ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിദ്യാർത്ഥി കൂട്ടം പ്രദീപ് കുമാറിന്റെ ബാഡ്ജുകൾ ധരിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടത്. അടച്ചുപൂട്ടാറായ വിദ്യാലയത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ മുതൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രദീപ് കുമാർ നടത്തിയ നേട്ടങ്ങളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് കലാലയ വിദ്യാർത്ഥികളും പ്രദീപ് കുമാറിന് വേണ്ടി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോഴിക്കോട്ടെ കലാലയങ്ങൾ ഉണരുകയാണ്. പ്രിയപ്പെട്ട പ്രദീപ് കുമാർ MLAയെ പാർലമെന്റിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് വിദ്യാർത്ഥികൾക്ക്. നടക്കാവ് സ്കൂൾ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഒക്കെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കോഴിക്കോടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിത്വമാണ് സഖാവ് പ്രദീപ് കുമാറിൻ്റെത്. വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് സഹകരിക്കാനും അതുപോലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ കോഴിക്കോടിന്റെ ശബ്ദമായിട്ട് MP എന്ന നിലയ്ക്ക് സഖാവ് പ്രദീപേട്ടൻ പാർലമെന്റിലേക്ക് എത്തണമെന്നാണ് എൻ്റെ. നാടിന്റെ വികസനമെന്ന ചിന്ത മാത്രമുള്ള പ്രദീപ് കുമാർ പാർലമെന്റിലെത്തിയാൽ മണ്ഡലത്തിലാകെ വിദ്യാഭ്യാസ രംഗത്തെ പ്രത്യേകിച്ച് കലാലയങ്ങളുടെ പുരോഗതിക്കായി ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുമെന്ന്
ഉറച്ചു വിശ്വസിക്കുകയാണിവർ. MLA ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുകയാണെങ്കിൽ തീർച്ചയായും കലാലയത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതിനുള്ള ഫണ്ടുകൾ വേണ്ട വിധത്തിൽ തന്നെ അവിടെ നിന്ന് വാങ്ങിക്കാനും അത് ഒരു അഴിമതിയും കൂടാതെ ഉപയോഗിക്കാനും അതിന്റെ കാര്യക്ഷമതയോട് കൂടിയിട്ട് അതിനെ നടപ്പാക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. യുവജന സൗഹൃദമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു MLA ആണ് സഖാവ് പ്രദീപ് കുമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിഭേട്ടന് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ, കോഴിക്കോട്ടിലെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഭേട്ടൻ എന്ന് നിറഞ്ഞു നിൽക്കുന്നത്. പ്രദീപ് കുമാറിന്റെ ഫോട്ടോ പതിച്ച ബാഡ്ജുകൾ ധരിച്ചാണ് വിദ്യാർത്ഥികൾ പ്രചരണത്തിനായി ഇറങ്ങുന്നതെന്നതാണ് മറ്റൊരു പ്രത്യേകത. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില. കുട്ടനാട്ടിൽ എയിമയുടെ സ്നേഹസ്പർശം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകമാണ് പ്രളയബാധിത പ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 134 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ തുടർ പ്രവർത്തനമായി കുട്ടനാട്ടിൽ എയിമ മഹാരാഷ്ട്ര ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 8 ലക്ഷത്തിലധികം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഇന്ത്യയിലെ മറുനാടൻ മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സാമൂഹ്യ സന്നദ്ധ സംഘടനയാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. പ്രളയ ദുരിതാശ്വാസത്തിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയെന്നോണം എയിമ മഹാരാഷ്ട്ര ഘടകം കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട 134 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. ചമ്പക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എയിമ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് ഡോക്ടർ PJ അപ്രേമിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ എയിമ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. എയിമ ദേശീയ ജനറൽ സെക്രട്ടറി PN ശ്രീകുമാർ, ദേശീയ ചെയർമാൻ ഉപദേശകൻ C ചന്ദ്രൻ, എയിമ മഹാരാഷ്ട്ര ഘടകം സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേമ മേനോൻ, ട്രഷറർ G കോമളൻ കൂടാതെ എയിമ കേരള ഘടകം ഭാരവാഹികളായ AK പ്രശാന്ത്, രവീന്ദ്രൻ പൊയിലൂർ, ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു എന്നിവരും സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. എയിമ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് ഡോക്ടർ PJ അപ്രേം അറിയിച്ചു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കൈരളി TV ദുബായിൽ സംഘടിപ്പിക്കുന്ന ഇഷൽ ലൈല മാപ്പിളപ്പാട്ട് അവാർഡ് നിശ നാളെ. ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ വെച്ച് നടക്കുന്ന ഇഷൽ ലൈല അവാർഡ് നിശയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പ്രവാസ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മെഗാഷോക്കാണ് നാളെ ദുബായ് ഇത്തിസലാത്ത് അക്കാദമി വേദിയാവുക. മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കൈരളി TV ഇഷലൈല അവാർഡ് നിശയുടെ 5ാമത് പതിപ്പാണ് ദുബായിൽ നടക്കുന്നത്. മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം അവാർഡ് നിശയെ ശ്രദ്ധേയമാക്കും. ചലച്ചിത്ര രംഗത്തെ ഒട്ടേറെ പ്രതിഭകൾ അവാർഡ് നിശയിലെത്തുന്നുണ്ട്. ഗന്ധർവ ഗായിക KS ചിത്ര, സംഗീത സംവിധായകൻ ഗോപി സുന്ദർ എന്നിവരെയും മാപ്പിളപ്പാട്ട് രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയവരെയും ഇഷൽ ലൈല വേദിയിൽ ആദരിക്കും. ഒരു അഡാർ ലവ് നായിക നൂറിൻ ഷെരീഫ് നൃത്ത ചൂടുകളുമായി ഇഷൽ ലൈലയിലെത്തും. ഇതാദ്യമായാണ് നൂറിൻ ഷെരീഫ് ദുബായിൽ ഇത്തരമൊരു ഷോയിൽ പങ്കെടുക്കുന്നത്. ഇഷൽ ലൈലയിൽ പങ്കെടുക്കാൻ ഏറെ സന്തോഷമുണ്ടെന്ന് നൂറിൻ ഷെരീഫ് പറഞ്ഞു. ഞാൻ ശരിക്കും ഞാൻ 2 പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻ്റെ ഫസ്റ്റ് മൂവിയിലെ തന്നെ ഡാർ ലവനെയും പിന്നെ അല്ലാതൊരു ഡാൻസ് നമ്പറും ചെയ്യുന്നുണ്ട്. ശരിക്കും എത്രത്തോളം അത്രയും ആളുകൾ നമ്മൾ വാച്ച് ചെയ്യാണ്. സോ എനിക്കാണെങ്കിലും ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ഞാനിതിന് മുന്നേ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഇഷൽ ലൈല ഭയങ്കര ബിഗ് പ്രോജക്റ്റാണ്. സോ അതിൽ എൻ്റെ 101% കൊടുക്കാൻ പറ്റും, അത്രയും ചെയ്യാൻ ഞാൻ നോക്കുന്നത്. പ്രശസ്ത കൊറിയോഗ്രാഫർ സജിന പരിശീലിപ്പിക്കുന്ന നർത്തകിമാർ മനം കവരുന്ന നൃത്തച്ചൂടുകളുമായി അരങ്ങിലെത്തും. ഗായകരായ അഫ്സൽ, റിമി ടോമി എന്നിവർ ഇഷൽ ലൈലയിൽ സംഗീത മഴയൊരുക്കും. നടി മിയ ജോർജ്, കാര്യം നിസ്സാരം സീരിയൽ താരങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും പ്രകടനങ്ങളും ഇഷൽ ലൈല വേദിയുടെ മാറ്റുകൂട്ടും. ടി ജമാലുദ്ദീൻ, ദുബായ്. പത്തനംതിട്ട റാന്നി പെരുന്തനരുവി ജലവൈദ്യുത പദ്ധതിയുടെ ഷട്ടർ തുറന്നുവിട്ട സംഭവത്തിലെ പ്രതി പിടിയിൽ. റാന്നി ഇടത്തിക്കാവ് പെരിങ്ങാവിൽ സുനു എന്നറിയപ്പെടുന്ന അജീഷാണ് പിടിയിലായത്. ഈ മാസം 12-ന് രാത്രി 10 മണിയോടെയാണ് വെച്ചൂച്ചിറ സ്വദേശിയായ സുനു എന്ന അജീഷ് റാന്നി പെരുന്തേനരുവി ഡാമിന്റെ ഷട്ടർ തുറന്നുവിട്ടത്. KSEB അധികൃതർ എത്തിയാണ് ഷട്ടർ അടച്ചത്. വേനൽ കാരണം ഡാമിൽ ജലനിരപ്പ് കുറവായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. 20 മിനിറ്റോളം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വെള്ളമൊഴുകിയതിനാൽ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനവും അവതാളത്തിലായി. തുടർന്ന് വെച്ചൂച്ചിറ പോലീസും DYSP ജോസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ഷാഡോ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു. നാട്ടുകാരിൽ നിന്നും പരിസരവാസികൾ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെച്ചൂച്ചിറ CI G സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയതെന്ന് ജില്ലാ പോലീസ് മേധാവി D ജയദേവ് വെച്ചൂച്ചിറയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ പേരിപ്പം സുനിൽ വിളിക്കുന്ന അജീഷ് ജോസ് ആണ്. ഒരു മോഡസ് എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു പല കേസുകളിലും നേരത്തെ തന്നെ പല കേസുകളിലും സംശയം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ്. അപ്പോൾ നമ്മൾ ഈ ഇൻസിഡന്റ് അറിഞ്ഞപ്പോൾ തന്നെ ഒരു മേജറായിട്ടുള്ളൊരു അറ്റൻഷൻ കൊടുത്തായിരുന്നു ഈ സ്ഥലത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെ മോഡസ് ഉള്ള ആൾക്കാരും ഇതുപോലെ ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെയും ലിസ്റ്റ് ഉണ്ടാക്കി അവരെ വെരിഫൈ ചെയ്ത് അതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഫൈനലി ഇപ്പോൾ ഈ സെനയിൽ വന്ന് നിൽക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ കോടതി പ്രതി സമാനമായ മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ്. അന്നേ ദിവസം തന്നെ പെരുന്തേനരുവി പതാക്കൽ വീട്ടിൽ റോയിയുടെ വള്ളം തീവെച്ച് നശിപ്പിച്ചതും മുൻപ് ഇടത്തിക്കാവ് പള്ളിപ്പുഴ മാത്യുവിന്റെ വീട് തീവെച്ച് നശിപ്പിച്ചതും ഇയാളാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവല്ല നഗരത്തിൽ വച്ച് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ വിദ്യാർത്ഥിനി മരിച്ചു. റാന്നി ഐരൂർ സ്വദേശിനിയാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ ചൊവ്വാഴ്ച പട്ടാപ്പകൽ തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ വെച്ചാണ് റാന്നി ഐരൂർ സ്വദേശിനിയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്ന പേരിൽ കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. 65% പൊള്ളലേറ്റ പെൺകുട്ടിയെ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. നില വഷളായതിനെ തുടർന്ന് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. പ്രണയാഭ്യർത്ഥന പെൺകുട്ടി നിരസിച്ചതിനെ തുടർന്നുണ്ടായ പകമൂലമാണ് മുൻ സഹപാഠി കൂടിയായ അജിൻ റജി മാത്യു പെൺകുട്ടിക്ക് നേരെ ഈ ഹീനകൃത്യത്തിന് മുതിർന്നത്. പ്രതിയായ അജിനെ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അജിൻ ഇപ്പോൾ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വിജിലൻസിലെ 8 ഉദ്യോഗസ്ഥർക്ക് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. വിജിലൻസ് ദക്ഷിണ മേഖല SP ജയശങ്കർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പി ES ബിജുമോൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഡിവൈഎസ്പി മഹേഷ് ദാസ് അടക്കം 8ഓളം ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. 2017 പ്രവർത്തന മികവിനുള്ള പുരസ്കാരമാണ് ഇവർക്ക് ലഭിച്ചത്. ബ്രെക്സിറ്റ് തീയതി ജൂൺ 30 വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ യൂറോപ്യൻ യൂണിയന് കത്തയച്ചു. യൂറോപ്യൻ യൂണിയൻ വിടുന്നത് ദീർഘനാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് മേ പാർലമെന്റിനെ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിടുതൽ കരാറിന് എംപിമാരുടെ പിന്തുണ നേടാൻ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനെ കത്തയച്ചത്. കത്തിൽ 3 മാസം നീട്ടി നൽകണമെന്നാണ് ആവശ്യം. എന്നാൽ ജൂൺ 30-നപ്പുറം നീട്ടി നൽകാനാകില്ലെന്ന് തെരേസ മേ പാർലമെന്റിനെ അറിയിച്ചു. ബ്രെക്സിറ്റിന്റെ പേരിൽ പ്രധാനമന്ത്രി രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ജെറമി കോർബിൻ ആരോപിച്ചു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും കലാപവും സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും ബ്രസൽസിൽ പോയി യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ജെറമി കോർബിൻ പറഞ്ഞു. പ്രധാനമന്ത്രി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നു. നിലവിലെ കരാർ പ്രകാരം മാർച്ച് 29-നാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടേണ്ടത്. മെയ് മുന്നോട്ട് വെച്ച 2 കരാറുകളും പാർലമെന്റ് തള്ളിയതോടെ തീയതി നീട്ടുകയല്ലാതെ മേയ്ക്ക് മുന്നിൽ മറ്റു പോംവഴികളില്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയാൽ രാജ്യത്തിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നാണ് ഭൂരിഭാഗം എംപിമാരുടെയും വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഭൂരിഭാഗം എംപിമാരും ഇതിനെ ശക്തമായി എതിർക്കുന്നത്. ന്യൂസ് ഡെസ്ക്. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്നും ഉണ്ടായേക്കില്ല. പാർട്ടിയിൽ പൊട്ടിത്തെറിയുടെ സാധ്യതകൾ സജീവമായിരിക്കെയാണ് പ്രഖ്യാപനം നീളുന്നത്. പത്തനംതിട്ടയ്ക്കായി ചരടുവലി നടത്തിയ ശ്രീധരൻപിള്ളയ്ക്ക് ഒരിടത്തും സീറ്റുണ്ടാകില്ല. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ പല പ്രമുഖ നേതാക്കളും മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങൾ BJPക്ക് തിരിച്ചടിയാകും. RSSും ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള PS ശ്രീധരൻപിള്ളയുടെ മോഹം അവസാനിച്ചത്. NSS പിന്തുണയുണ്ടെന്ന ശ്രീധരൻപിള്ളയുടെ അവകാശവാദം RSS വിലക്കെടുത്തില്ല. ഇതോടെയാണ് കെ സുരേന്ദ്രന് നറുക്കുവീണത്. സംസ്ഥാന അധ്യക്ഷന് ഒരിടത്തും സീറ്റ് നൽകാതെയാകും പ്രഖ്യാപനം. പത്തനംതിട്ട കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സുരേന്ദ്രനെ വെട്ടാൻ ശ്രീധരൻപിള്ള അൽഫോൺസ് കണ്ണന്താനത്തെ പിന്തുണച്ചെങ്കിലും ആ നീക്കവും പാളി. എറണാകുളത്താകും കണ്ണന്താനം മത്സരിക്കുക. പാലക്കാട് മാത്രമേ മത്സരിക്കൂ എന്ന ശോഭാ സുരേന്ദ്രന്റെ പിടിവാശിയും വിലപ്പോയില്ല. ആറ്റിങ്ങലിൽ മത്സരിക്കാനാണ് നിർദ്ദേശം. PK കൃഷ്ണദാസും MT രമേശും പട്ടികയിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയ്ക്കൊപ്പമാണ് കേരളത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഗ്രൂപ്പ് താൽപര്യവും വ്യക്തി താൽപര്യവും പരിഗണിച്ച് പട്ടിക സങ്കീർണമാക്കിയത് ശ്രീധരൻപിള്ളയാണെന്ന വിമർശനം ശക്തമാണ്. ഇത് RSS അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ ശ്രീധരൻപിള്ളയുടെ പടിയിറക്കത്തിനും വഴിയൊരുക്കിയേക്കാം. ഇഷ്ട സീറ്റ് നൽകാത്തതിലെ അമർഷത്തിലാണ് പല നേതാക്കളും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും നിഴലിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സംസ്ഥാനത്ത് 5 മണ്ഡലങ്ങളിൽ UDF BJP ധാരണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വടകര, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, എറണാകുളം മണ്ഡലങ്ങളിൽ BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തും. പകരം തിരുവനന്തപുരത്ത് UDF കുമ്മനത്തെ സഹായിക്കുമെന്നും കോടിയേരി പറഞ്ഞു. LDFന്റെ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നത് UDF BJP അവിശുദ്ധ സഖ്യത്തിന്റെ തെളിവാണെന്ന് കോടിയേരി ആരോപിച്ചു. കേരളത്തിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി UDFനെ സഹായിക്കാൻ RSS നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വടകര, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ NDAയുടെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി UDFനെ സഹായിക്കാൻ RSS തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യുപകാരമായി RSSന്റെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ കോൺഗ്രസ് സഹായിക്കുമെന്നുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനെ മാറ്റി നിർത്താനാണ് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് അയക്കുകയും. ഇത് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തുടക്കമാണ്. UDF SDPAയുമായി മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ലീഗിനെയാണ് ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദി സംഘടനകളുമായിട്ടാണ് UDF കൂട്ടുകൂടുന്നത്. മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി UDF കൂട്ടുകൂടുന്നത് അപജയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 9 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 തിരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് K മുരളീധരനെന്നും അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് LDFന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മുരളീധരൻ 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 4 തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹം ജയിച്ചിട്ടുള്ളൂ. 5 തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. അദ്ദേഹമാണ് മന്ത്രിയായി നിന്നുകൊണ്ട് ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ കേരളത്തിലെ ഒരേ ഒരു നേതാവ് K മുരളീധരനാണ്. ഞങ്ങൾക്കതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടി ഒരു ആൾ വേണമല്ലോ. അപ്പോൾ ഒരാളവിടെ വന്നു. ഇത്രയും ദിവസം ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിട്ട പ്രശ്നം. ഇപ്പോൾ മത്സരിക്കാൻ ഒരാളെ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തിരുവനന്തപുരം മണ്ഡലം. ഇത്തവണ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ പറഞ്ഞു. എന്നാൽ ജനങ്ങൾ തനിക്കൊപ്പം തന്നെയുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂർ വ്യക്തമാക്കി. അതേസമയം ഇതുവരെ BJPക്ക് പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചിട്ടില്ല എന്നത് തിരിച്ചടിയാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലം. പ്രചരണ രംഗത്ത് LDF നേടിയ മേൽക്കൈ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് UDF ക്യാമ്പ് ആലോചിക്കുന്നത്. എന്നാൽ പ്രചരണ രംഗത്ത് ഇതുവരെയും സജീവമാകാത്ത BJPക്ക് ഇത് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി രംഗത്തിറങ്ങിയത് LDFന് വലിയ മേൽക്കൈ തന്നെയാണ് നേടിക്കൊടുത്തത്. സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് താൻ എന്ന സന്ദേശമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ നൽകുന്നത്. ഇത്തവണ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നും ദിവാകരൻ പറയുന്നു. ഒരു സംശയമില്ല, ഒരു ഭയമില്ല. തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലമാണ്. എനിക്കവരെ അറിയാം, അവർക്ക് എന്നെ അറിയാം. അവർ വോട്ടറായിട്ട് മാത്രമല്ല തിരുവനന്തപുരത്തുകാർ, അവരുടെ ബന്ധുവാണ് ഞാൻ. അവരെ ഏത് അപകടത്തിലും ഞാൻ എത്തുന്ന ഒരാളാണ്. ഞാൻ അവൈലബിളാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് പ്രചരണ രംഗത്ത് മേൽക്കൈ നഷ്ടപ്പെടാൻ ഇടയാക്കിയതായി UDF ക്യാമ്പ് വിലയിരുത്തുന്നു. എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന നിലപാടാണ് സ്ഥാനാർത്ഥി ശശി തരൂരിനുള്ളത്. കേരളം മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മറക്കേണ്ട, 5 ആഴ്ച ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് വൈകിട്ടെങ്കിലും കൂടി അത് വലിയൊരു ബുദ്ധിമുട്ടായി കാണുന്നില്ല. പല സ്ഥാനാർത്ഥികൾ ഇറങ്ങിക്കഴിഞ്ഞു. പലവര് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഈ അടുത്ത 5 ആഴ്ച നല്ലപോലെ ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ശക്തി കൂടാനേ സാധിക്കുള്ളൂ. അതേസമയം പ്രചരണ രംഗത്ത് നിലയുറപ്പിക്കാനാകാതെ വലയുകയാണ് BJP. കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനം വൈകുന്നത് തിരിച്ചടിയാവുകയാണ്. ഈ മറകൂടി നീങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാകും തിരുവനന്തപുരം മണ്ഡലം സാക്ഷിയാവുക. ഇനി 1 മാസത്തോളം മാത്രമാണ് തെരഞ്ഞെടുപ്പിനായി ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് ഇനി 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയുള്ള സജീവ പ്രവർത്തനം തന്നെയായിരിക്കും മുന്നണികൾ നടത്തുക. ക്യാമറമാൻ RK കുമാറിനൊപ്പം S. ഷീജ. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന് നാടെങ്ങും ആവേശകരമായ വരവേൽപ്പ്. കോഴിക്കോടിന്റെ വികസന നായകന് രാഷ്ട്രീയ ഭേദമന്യാണ് മണ്ഡലം സ്വീകരിക്കുന്നത്. കത്തുന്ന വേനൽച്ചൂടിനെ അവഗണിച്ചാണ് തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിനെ സ്വീകരിക്കാൻ ജനങ്ങൾ എത്തുന്നത്. ബേപ്പൂരിലെ ഹാർബറിലും ടൈൽസ് ഫാക്ടറിയിലുമൊക്കെ ആവേശകരമായ വരവേൽപ്പ്. തൊഴിലാളികളുടെ ആവലാതികൾ കേട്ടറിഞ്ഞ് അവരിൽ ഒരാളായി സ്ഥാനാർത്ഥി.
അതാണ് ഞാനെല്ലാം ഈ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ടല്ലല്ലോ തൊഴിലാളികളുടെ പ്രവർത്തനം നടത്തുന്നത്. കുടുംബയോഗങ്ങളിൽ ചുരുക്കം വാക്കുകളിൽ വോട്ടഭ്യർത്ഥന. ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു അവസാന ഘട്ടം നമ്മൾ കലാശക്കൊട്ടെന്നൊക്കെ പറയുന്നത്, ആ ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന തരത്തിൽ ആരവവും ആവേശപ്രകടനവും ഗ്രാമങ്ങളിൽ ഇപ്പോൾ തന്നെയുണ്ട്. ആ നിലയിൽ പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കുടുംബയോഗങ്ങൾ പോലെ ചേരുന്നു, മറ്റേടത്ത് വേറെ രീതിയിലുള്ള മീറ്റിങ്ങുകൾ ചേരുന്നു. പലയിടത്തും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഈ ആരവം ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓരോ കേന്ദ്രങ്ങളിലും പ്രായഭേദമന്യേ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ കാണാൻ കേൾക്കാൻ തടിച്ചുകൂടുന്നത്. കോഴിക്കോട് നഗരത്തെ വികസനത്തിന്റെ വലിയ ലോകത്തിലേക്ക് നയിച്ച ജനപ്രതിനിധി കൂടിയാണ് എ പ്രദീപ് കുമാർ. ഏത് വിധേനയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. പേരാമ്പ്രയുടെ ഹൃദയത്തുടിപ്പ് ഏറ്റുവാങ്ങി P ജയരാജൻ. ആവേശകരമായ വരവേൽപ്പാണ് ക്യാമ്പസുകളിൽ ജയരാജന് ലഭിച്ചത്. കോലീബി സഖ്യത്തിനൊന്നും ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് വടകര മുമ്പ് തെളിയിച്ചതായി P ജയരാജൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലായിരുന്നു വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ ബുധനാഴ്ച വോട്ടർമാരെ കണ്ടത്. പ്രധാന കവലകളിലും ക്യാമ്പസുകളിലും P ജയരാജനെ വോട്ടർമാർ വരവേറ്റു. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിൽ ആവേശകരമായ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ പ്രിയ സ്ഥാനാർത്ഥിക്കായി ഒരുക്കിയത്. കോളേജ് ക്യാമ്പസിൽ ഒത്തുകൂടിയ യുവ വോട്ടർമാരോട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രാധാന്യവും ഹ്രസ്വമായി വിശദീകരിച്ച് വോട്ടഭ്യർത്ഥന. കോലീബി സഖ്യത്തിനൊന്നും ജനവിധി അട്ടിമറിക്കാനാവില്ലെന്ന് വടകര തന്നെ തെളിയിച്ചതായി P ജയരാജൻ പറഞ്ഞു. അത് വെറും പ്രചരണമല്ല, 91 ഇവിടെ നടപ്പാക്കിയതാണ്. വടകരയിൽ 91 കോലീബി സഖ്യമുണ്ടാക്കി കോൺഗ്രസും ലീഗും BJPയും ഒത്തുചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വോട്ടിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം അന്ന് തോൽക്കണം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയത്തോടുകൂടി ഈ കോലീബി എന്ന അവിശുദ്ധ സഖ്യത്തെ തോൽപ്പിച്ചതാണ് ചരിത്രം. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയും P ജയരാജൻ സന്ദർശിച്ചു. അരിക്കുളം കാരയാട് നിന്നാരംഭിച്ച പേരാമ്പ്ര മണ്ഡല പര്യടനം രാത്രിയോടെ മേപ്പയൂരിലാണ് അവസാനിച്ചത്. കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിച്ചു. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് വടകരയിൽ ഉയരുന്നത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം വടകരയിൽ നിന്നും AK ലതീഷ്. പ്രളയത്തിൽ കേരളത്തിന് കൈത്താങ്ങായ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ കെട്ടിവെക്കാനുള്ള തുക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ കൊല്ലം മണ്ഡലത്തിലെ പ്രചരണം. കേരളത്തിന്റെ കൊല്ലം ജില്ലയുടെ ജീവവായുവായ മത്സ്യമേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് പണിയായുധം നൽകി ലോക്സഭയിലേക്കുള്ള തങ്ങളുടെ പ്രതിനിധിയായി പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറുകയും ചെയ്തു. ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ താൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് KN ബാലഗോപാൽ ഓർമ്മപ്പെടുത്തി. എൻട്രിക്ക ലെക്സിയുടെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ച് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അന്നത്തെ ആ കടലെ അപകടം, ഇറ്റാലിയൻ നാവികരുടെ പ്രശ്നം, അതിനുശേഷം എണ്ണയുടെ പ്രശ്നം, മണ്ണെണ്ണയുടെ പ്രശ്നം 2-3 തവണ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനെന്താ അവതരിപ്പിച്ചിങ്ങനെയാണ്, മത്സ്യമേഖല എന്ന് പറഞ്ഞാൽ അത് കൃഷിക്ക് മണ്ണെണ്ണയ്ക്കും ഡീസലിനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. മത്സ്യം എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ കൃഷിയാണ്, നമ്മുടെ പ്രകൃതിയുടെ ഒരു കൃഷിയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് കൃഷിയുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ട് കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റ് 2-3 തവണ ഈ കാര്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. സബ്സിഡിയായി കൂടുതൽ മണ്ണെണ്ണ അനുവദിപ്പിക്കാൻ KN ബാലഗോപാൽ വീണ്ടും പാർലമെന്റിൽ എത്തുമ്പോൾ ഇടപെടണമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിർദ്ദേശം വെച്ചു. താനെന്നും കടലിന്റെ മകനായിരിക്കുമെന്ന് ഇടതു സ്ഥാനാർത്ഥി നൽകിയ ഉറപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ പകർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ 2ാം ഘട്ട പ്രചരണം ആഘോഷമാക്കി ഇടതുമുന്നണി പ്രവർത്തകർ. കോട്ടയത്ത് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ ഏന്തി റോഡ് ഷോ സംഘടിപ്പിച്ചു. അതിനിടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് VN വാസവൻ വോട്ടഭ്യർത്ഥിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ കോട്ടയം കളക്ടറേറ്റ് സമീപത്തു നിന്നാണ് ആരംഭിച്ചത്. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ ഏന്തി ഇടതുമുന്നണി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പഞ്ചവാദ്യവും ശിങ്കാരിമേളവും ബാൻഡും നാടൻ കലാരൂപങ്ങളും റോഡ് ഷോയ്ക്ക് മാറ്റുകൂട്ടി.
വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർ അണിനിരുന്ന റോഡ് ഷോ കോട്ടയം തിരുനക്കരയിൽ സമാപിച്ചു. അതേസമയം ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. മണ്ഡലത്തിലുടനീളമുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും പങ്കുവച്ചും സ്ഥാനാർത്ഥി VN വാസവൻ വോട്ടഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതിയ വോട്ടർമാർക്കിടയിൽ ആവേശമാവുകയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം ആരിഫ്. ആരിഫിനെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ച ആലപ്പുഴ SD കോളേജിൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയാണ് വിദ്യാർത്ഥികൾ എതിരേറ്റത്. താൻ പഠിച്ച കോളേജിലെത്തിയ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന് ആവേശകരമായ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ നൽകിയത്. മുദ്രാവാക്യം മുഴക്കിയാണ് പുന്നപ്ര വയലാറിന്റെ പിന്മുറക്കാർ ആരിഫിനെ കോളേജിലേക്ക് ആനയിച്ചത്. സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ കോളേജിൽ ഉറപ്പായിട്ടും ഉണ്ട്. ആരിഫിക്ക് വേണ്ടി തന്നെ ആയിരിക്കും നല്ല പുതുതലമുറ എല്ലാവരും ആരിഫിക്ക് വേണ്ടി പ്രവർത്തനത്തിൽ ഇപ്പം തന്നെ പ്രവർത്തനം നല്ല രീതിയിലാണ് വഹിച്ചത്. നമുക്ക് ഉറപ്പാണ് 1 ലക്ഷത്തിന് വോട്ടിന് നമുക്ക് ആരിഫിക്ക് ഇവിടെ ജയിക്കാൻ നോക്കും. ഇത്ര വൻ ഭൂരിപക്ഷത്തോടെ ആരിഫിക്ക് ജയിക്കും. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്നെ കുട്ടനാട് പാക്കേജിന് വേണ്ടി 50 കോടിയോളം രൂപയൊക്കെയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയപാതയും നമ്മുടെ പാതയോരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സഖാവ് സുധാകരൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാം വളരെ വികസനം. ഇപ്പം നല്ല ദേശീയപാത കന്യാകുമാരി തൊട്ട് നമ്മുടെ കാസർഗോഡ് വരെയുള്ള ദേശീയപാതയും എല്ലാ റോഡ് എല്ലാം നല്ല വികസനമായിട്ടാണ് നൽകുന്നത്. പിന്നീട് കോളേജിലെ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും വോട്ടഭ്യർത്ഥിച്ചതിന് ശേഷം സെൽഫികളും എടുത്താണ് ആരിഫിനെ വിദ്യാർത്ഥികൾ യാത്രയാക്കിയത്. ഒരു കാലത്ത് SD കോളേജിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന ആരിഫിന് വിദ്യാർത്ഥികൾ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കിയിൽ പ്രചാരണം ശക്തമാക്കി ഇരു മുന്നണികളും. LDF സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ട പര്യടനം പുരോഗമിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും ആദ്യഘട്ട പര്യടനവും മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി 2ാം ഘട്ട പര്യടനത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. നിറഞ്ഞ പിന്തുണയാണ് ജോയ്സിന് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ ഇത് തുടർന്നു പോകേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള തുടർച്ച എന്ന നിലയിൽ നടത്തിയിട്ടുള്ള മികവാർന്ന പ്രവർത്തനത്തിന്റെ പിൻബലത്തിലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങൾ ആരംഭിച്ചിട്ടേയുള്ളൂ. വിവിധയിടങ്ങളിലെ നേതൃയോഗങ്ങൾക്ക് ശേഷം 23-ന് ചെറുതോണിയിൽ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ചേരും. തുടർന്നാണ് നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.